നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇപ്പം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പം ട്രെൻഡിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. അത് ആദ്യം ഈ ട്രെൻഡ് കൊണ്ടുവന്നത് BJP-ക്കാർ, അതായത് അത്യാവശ്യം സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിൽക്കുന്നവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുക എന്നുള്ള ഒരു, എനിക്ക് തോന്നുന്നു BJP-ക്കാരാന്ന് തോന്നുന്നു ഇത് ട്രെൻഡ് കൊണ്ടുവരുന്നത്. എന്നിട്ട് അതായത് അവർക്ക് പ്രവൃത്തി പരിചയമൊന്നും വേണ്ട, പാർട്ടിയെക്കുറിച്ച് ഒരു അറിവും വേണ്ട, പക്ഷെ എങ്ങനെയെങ്കിലുമൊക്കെ സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാന്ന്. ഇപ്പം അതേ കോൺഗ്രസും അതേ ഒരു രീതിയിൽ തന്നെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നു. പക്ഷേ ഇതിപ്പം പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളായിട്ട് ഇപ്പം സോഷ്യൽ മീഡിയ, ഇപ്പം എനിക്കൊന്ന് ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്ന് പറയുമ്പം സിനിമയിലോ സീരിയലിലോ നിൽക്കുന്നവരല്ല, സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ആൾക്കാർ, മറ്റേതെങ്കിലും രീതിയിലൊക്കെ വൈറലായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരിക. അപ്പം അവരാകുമ്പോൾ 10 പേർക്ക് അറിയാമല്ലോ. അപ്പം അവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ച് വോട്ട് ആ രീതിയിൽ ഇങ്ങ് പോരും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഇപ്പം കൊട്ടാരക്കര അറിയാമല്ലോ, അതായത് നമ്മുടെ നിയമസഭയിലോട്ട് പലരും എത്തിയിട്ടുള്ള ഒരു മണ്ഡലം. അല്ലെങ്കിൽ അവിടെ ഇപ്പം കോൺഗ്രസ് ഇറക്കാൻ പോകുന്നത് നമ്മുടെ അഖിൽ മാരാരെയാണ് ഇറക്കാൻ പോകുന്നത്. അപ്പം കോൺഗ്രസ്സുകാർ, അതായത് അഖിൽ മാരാരുടെ നാട്ടിൽ തന്നെ അഖിൽ മാരാരെ ഇറക്കുമ്പോൾ കുറച്ച് വോട്ടിങ് പോരും എന്നുള്ളതാണ് കോൺഗ്രസ്സുകാർ കണക്കൂട്ടി വെച്ചേക്കുന്നത്. പക്ഷെ കൊട്ടാരക്കര പോലൊരു മണ്ഡലത്തിൽ നിന്ന് അഖിൽ മാരാരെ പോലുള്ള ആൾക്ക് ജയിക്കാൻ പറ്റുമോ? കാരണം ഭയങ്കരമായിട്ട് മാറിമറിയൽ നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ്, അല്ലെ ഒരു മണ്ഡലമാണ്. അതായത് CPM കോൺഗ്രസ് ശരിക്കും പോര് മുറുകിയ ഒരു സ്ഥലമായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BJP അല്ല ഒരു സെലിബ്രിറ്റിയെ കൊണ്ട് നിർത്തിയത്, കോൺഗ്രസ്സുകാരാണ്. കേരള കോൺഗ്രസ് B ആണ് സെലിബ്രിറ്റിയെ കൊണ്ടുവരുന്നത്. ഫസ്റ്റ് ഈ ട്രെൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മേഖലയിൽ നിന്നുള്ള ഒരാള് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന KV ഗണേഷ് കുമാർ. മനസ്സിലെ KV ഗണേഷ് കുമാറാണ് സിനിമയിൽ നിന്ന്. അതൊക്കെ പക്ഷേ അതൊരു കാര്യമുണ്ട്, അത് പൊളിറ്റിക്കൽ വൈസ് എന്തെങ്കിലുമൊക്കെ ആണെന്ന് പറയാം. അതെ, കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഭരണം എന്താണെന്ന് അറിയാവുന്ന ഒരാളാണ് ഗണേഷ് കുമാർ. ചെറുപ്പകാലത്ത് തന്നെ അച്ഛൻ മന്ത്രിയായിട്ടിരുന്ന ഒരാളാണ്, അതായത് R ബാലകൃഷ്ണ പിള്ളയുടെ മകൻ എന്നുള്ള ഒരു പ്രസക്തിയിലും, പിന്നെ ആ കുട്ടിക്കാലം പോലെ തന്നെ രാഷ്ട്രീയം കണ്ട് വളർന്ന്, രാഷ്ട്രീയം കണ്ടും കേട്ടും പഠിച്ചു വളർന്ന ഒരാളാണ് ഗണേഷ് കുമാർ എന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഞാൻ തിരുത്തിയതല്ല, ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനകത്ത് ഞാൻ പറഞ്ഞൊരു സാധനം അതാണ് കറക്റ്റ്. ഞാൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ വരെ, അതായത് മത്സരിപ്പിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് BJP ആണെങ്കിലും ശരി, കോൺഗ്രസ് ആണെങ്കിലും. ഞാൻ പറഞ്ഞു ആ പോയിന്റിലേക്കാണ്. പക്ഷേ ഇപ്പോ നമ്മൾ BJP വിദ്യ പറഞ്ഞതിലേക്ക് വരുമ്പോൾ BJP എന്ന് പറയുന്ന കക്ഷി കൊണ്ടുവന്ന് ഇറക്കിയിട്ടുള്ളവർക്കൊന്നും ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നില്ല. ഗണേഷ് കുമാർ വന്നു എന്ന് പറഞ്ഞാൽ, ഗണേഷ് കുമാർ ഈ ഒരു ട്രെൻഡ് വരുന്നതിന് മുമ്പ് വന്ന ഒരാളാണ് ഗണേഷ് കുമാർ. കാരണം എന്ന് വെച്ചാൽ ഗണേഷ് കുമാറിന് അടിസ്ഥാനപരമായി ഗണേഷ് കുമാർ ഒരു കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയിലെ പ്രവർത്തകനായിരുന്നു. കുട്ടിക്കാലം പോലെ തന്നെ ആ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു. കാര്യം അച്ഛൻ R ബാലകൃഷ്ണ പിള്ള കേരള കോൺഗ്രസിന്റെ തലതൊട്ടപ്പനാണ്. കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ് പിന്നെ R ബാലകൃഷ്ണ പിള്ള. അപ്പൊ അങ്ങനെയൊക്കെ വന്ന ഒരു ട്രെൻഡാണ്. പിന്നെ തന്നെയുമല്ല, ആ R ബാലകൃഷ്ണ പിള്ള എന്ന് പറയുന്ന ഒരു കൊലകൊമ്പന്റെ നാടാണ് കൊട്ടാരക്കര. കോൺഗ്രസിന് ഏറ്റവും അധികം പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു നാടാണ്. ഏറ്റവും ഒടുവിൽ അവിടെ മലർത്തി അടിച്ചുകൊണ്ട് ഒരു വലിയ വിജയം നേടിയ ഒരാളാണ് ഐഷ പോറ്റി എന്ന് പറഞ്ഞിട്ട്. വളരെ കാലം ഐഷ പോറ്റി ഉണ്ടായിരുന്നു. ബാലഗോപാൽ മത്സരിക്കുന്ന തൊട്ട് 2021 വരെ, എനിക്ക് 2006 മുതൽ 2021 വരെയുള്ള ഒരു വലിയ കാലഘട്ടത്തിൽ ഐഷ പോറ്റി തന്നെയായിരുന്നു അവിടെ ശക്തയായ CPM-ന്റെ നേതാവ്. അവിടുത്തെ പ്രബലയായിരുന്നു. പേരെടുത്തു, ശരിക്കും പറഞ്ഞാൽ കൊട്ടാരക്കര എന്ന് കേൾക്കുമ്പോ പേരെടുത്തു ഐഷ പോറ്റിയിലൂടെ എന്ന് പറയേണ്ടി വരും. ശരിക്കും പറഞ്ഞു കൊട്ടാരക്കര എന്ന് പറയുന്ന ആ ഒരു പേര് ഐഷ പോറ്റി വന്നതോടുകൂടി ഇയാളിൽ നിന്നും, ഈ ബാലകൃഷ്ണ പിള്ളയിൽ നിന്നും മാറിയിട്ട് ഐഷ പോറ്റിയിലേക്ക് എത്തി. അപ്പൊ ആ അത്രയ്ക്ക് ഒരു പ്രാധാന്യത്തോടു കൂടി ഇടതുപക്ഷത്തിന്റെ ഒരു കോട്ടയായി പിന്നീട് അത് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പിന്നീട് ഈ പറയുന്ന പോലെ പലരും അവിടെ മാറ്റുരയ്ക്കാനൊക്കെ വന്നു. കോൺഗ്രസിന്റെ ജഗദീഷ് ഉൾപ്പെടെയുള്ള ആൾക്കാർ, പത്തനാപുരത്ത് ജഗദീഷ് മത്സരിച്ചു. ജഗദീഷ് മത്സരിക്കാന്ന് വെച്ചാൽ KB ഗണേഷ് കുമാറിനെതിരെ മത്സരിച്ചു. KB ഗണേഷ് കുമാർ സിനിമാ താരമായതുകൊണ്ടല്ല മത്സരിക്കാൻ, പിന്നെ ആ ഒരു പേരിലായിരിക്കും ഗണേഷ് കുമാറിനെ ഈ ജഗദീഷിനെ കൊണ്ടുവന്നിറക്കിയത്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഗണേഷ് കുമാർ മത്സരിക്കാൻ നിൽക്കുന്നു, ഒരിക്കലും നമ്മളൊരു നടൻ എന്നുള്ള രീതിയിലായിരിക്കത്തില്ല വോട്ട് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ പുള്ളിക്ക് വോട്ട് കൊടുക്കുന്നത്. തന്നെയല്ല, ഗണേഷ് കുമാറിന്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ മികച്ച പ്രവർത്തനമല്ലേ. ഇപ്പൊ പത്തനാപുരത്ത് നിന്നുകൊണ്ട് വന്ന ഒരാളാണെങ്കിൽ തന്നെ ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം വിളിച്ചതിനകത്ത് നിന്ന് ഇത്, പിന്നെ പണ്ട് ആര്യാട മുഹമ്മദ് എന്ന് പറയുന്ന KSRTC-യിലെ അല്ലെങ്കിൽ ഈ ഗതാഗത വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു, അദ്ദേഹം ഇതിനെ സ്വാഭാവിക സ്വച്ഛന്ത മൃത്യു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വിട്ടു. എന്നുവെച്ചാൽ ഏത് സമയത്തും മരണപ്പെട്ടു പോകാവുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു പിന്നെ നമ്മുടെ ട്രാൻസ്പോർട്ട് രംഗം
നമ്മുടെ KSRTC എന്ന് പറഞ്ഞ് ഏത് സമയത്തും മരിച്ചു പോകാൻ പറ്റുന്ന ഒന്നാണ് എന്ന് വിധി എഴുതിയ ഒരു ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു പിന്നെ ഈ പറയുന്ന ആര്യാടൻ മുഹമ്മദ്. എന്നാൽ ആ ആര്യാടൻ മുഹമ്മദിൽ നിന്ന് നമ്മുടെ ഗണേഷ് കുമാറിലേക്ക് കാര്യങ്ങൾ എത്തി. ഗണേഷ് കുമാർ 2.5 വർഷം പൂർത്തിയാക്കുമ്പോൾ ഇന്ന് KSRTCയുടെ പ്രതിദിന വരുമാനം ഏതാണ്ട് 13 കോടിയിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ അത് ടിക്കറ്റ് വരുമാനം 12 കോടിയായി മാറുന്നു. ബാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൂടെ കൂട്ടിയിട്ടാണ് 13 കോടി എന്ന് പറയുന്ന ഒരു ലാഭത്തിലേക്ക് KSRTC എത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. പലരും തഴഞ്ഞു കളഞ്ഞിരുന്ന KSRTC ഇന്ന് പിന്നെ വിനോദയാത്രയ്ക്ക് വരെ ഉപയോഗിക്കുന്നുണ്ട്. വിനോദയാത്രയ്ക്ക് ടൂറിസത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ടൂറിസത്തിന് ഇപ്പം മൂന്നാറിൽ ഡബിൾ ഡെക്കർ വണ്ടി ഓടി തുടങ്ങി. ഇതൊക്കെ KSRTCയിലുണ്ട വലിയ മാറ്റങ്ങളാണ്. അപ്പൊ തീർത്ഥാടന യാത്രകൾക്ക് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ തുടങ്ങി KSRTCയിലൊക്കെ മാറ്റം വന്നു. സ്വിഫ്റ്റ് വന്നു, സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഇതിലൂടെ ബസ്സുകൾ വന്നതോടുകൂടി അതുവരെ ഉണ്ടായിരുന്ന പിന്നെ യാത്രക്കാരോട് ജീവനക്കാർക്കുണ്ടായിരുന്ന ഒരു മനോഭാവത്തിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടായി. അപ്പൊ അങ്ങനെ പിന്നെ മൊത്തത്തിൽ മാറി. അപ്പം ഒരിക്കലും ഒരു സിനിമാ താരം എന്നുള്ള നിലയിലായിരുന്നില്ല KV ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരാൾ ഇതിൽ പ്രവർത്തിച്ചത്. അദ്ദേഹം ഇതിനു മുൻപ് തന്നെ UDF ഭാഗമായി നിന്നുകൊണ്ട് KSRTCയിൽ ഉണ്ടായിരുന്ന, അന്ന് ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു. അന്ന് പിന്നെ ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഇവിടെ എയർ ബസ്സുകൾ പോലെയുള്ള സംവിധാനങ്ങൾ, പുതിയ ബസ്സുകൾ കേരളത്തിലേക്ക് എത്തുന്നത്. ഒരു അപ്ഡേറ്റഡ് വെർഷൻസ് ബസ്സുകളുടെ നമ്മൾ മലയാളികൾ കാണുന്ന ഗണേഷ് കുമാർ മന്ത്രിയായതിനു ശേഷമാണ്. പിന്നീട് അത് മെയിൻ്റനൻസ് വേണ്ട വിധത്തിൽ നടത്താൻ കഴിയാതെ വന്നതോടുകൂടി പലതും പൊളിച്ചു വിൽക്കേണ്ട ഗതികേടിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ള അത് വേറൊരു പിന്നീടുണ്ടായ അതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നിരുന്നാൽ തന്നെ ഇവർക്കൊക്കെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. ഇപ്പം നമ്മൾ പറയുന്നത് ഇപ്പൊ ജഗദീഷ് മത്സരിക്കുമ്പോൾ ജഗദീഷിന് രാഷ്ട്രീയ ബോധമുണ്ട്, പക്ഷെ രാഷ്ട്രീയ പ്രവർത്തന പരിചയമില്ല. ജഗദീഷ് പത്തനാപുരത്ത് മത്സരിക്കുന്ന സമയത്ത് ജഗദീഷിന്റെ പ്രശ്നം അതാണ്. ജഗദീഷിന് രാഷ്ട്രീയ ബോധം, കാര്യം അറിവുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം പിന്നെ MCOM പിന്നെ റാങ്ക് മേടിച്ചു. പിന്നെ ഈ പറയുന്ന ഒരു കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന പിന്നെ അധ്യാപകനായിരുന്നു അദ്ദേഹം. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ പിന്നെ അദ്ദേഹത്തിന് പക്ഷേ രാഷ്ട്രീയ ബോധം ഉണ്ടെങ്കിൽ തന്നെയും രാഷ്ട്രീയ പ്രവർത്തന പരിചയം എന്ന് പറയുന്ന ഒരു സാധനമില്ല. പലരെയും അങ്ങനെ ഇറക്കി. ഇപ്പൊ മുകേഷിന്റെ കാര്യത്തിലും വരുന്ന പ്രശ്നം അതാ. കൊല്ലത്ത് അദ്ദേഹം മത്സരിച്ചെങ്കിൽ തന്നെയും മുകേഷിന്റെ പ്രശ്നം, മുകേഷിന്റെ അച്ഛൻ CPI കാരനാണ്, ഭയങ്കര നേതാവായിരുന്നു CPIയുടെ O മാധവൻ. തന്റെ നാടക രംഗത്തിലൂടെ KPSCയിൽ അടക്കമുള്ള നാടക സമിതികളിലൂടെ തന്റെ രാഷ്ട്രീയം പറയാൻ വേണ്ടിയിട്ട് നാടകങ്ങളെ വിനിയോഗിച്ച ഒരാളാണ് O മാധവൻ എന്ന് പറഞ്ഞ മുകേഷിന്റെ അച്ഛൻ. പക്ഷേ മുകേഷിന് ആ പ്രവർത്തന പരിചയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പണ്ട് SM കോളേജിൽ SFIയുടെ നേതാവ് ഒക്കെ ആയിട്ട് പ്രവർത്തിച്ചു. അല്ലെങ്കിൽ അത് മാത്രമല്ലാതെ വേറെ ഒരു പ്രവർത്തന പരിചയം മുകേഷിനും ഇല്ല. അത് പിന്നെ ഒരു കൊല്ലത്ത് മുകേഷ് മത്സരിക്കുന്നതുകൊണ്ട് ജയിപ്പിച്ചു വിട്ടതിനപ്പുറത്തേക്ക് ഒരു വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിജയമായിരുന്നു മുകേഷിന്റെ എന്ന് അവകാശപ്പെടാനും കഴിയില്ല. അപ്പൊ അങ്ങനെ ചില ആൾക്കാരുണ്ട്. ഇപ്പൊ രമേശ് പിഷാരടിയെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നു. എന്ത് കാര്യമാണ്? തൃപ്പൂണിത്തുറയിൽ രമേശ് പിഷാരടിയുടെ പേര് പരിഗണിക്കപ്പെടുന്നുണ്ട്. എന്ത് കാര്യമാണ്? ബാലുശ്ശേരിയിൽ സച്ചിൻ ദേവിനെ ഓപ്പോസിറ്റ് ആയിട്ട് പിന്നെ ധർമ്മജൻ ബോൾഗാട്ടിയെ മത്സരിപ്പിച്ചാണ്. എന്തിന്? ധർമ്മജൻ ബോൾഗാട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു മിമിക്രിയിലൂടെ കയറി വന്ന് സിനിമയിലേക്ക് വന്നൊരു കലാകാരൻ എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായി യാതൊരു ബോധവും ഇല്ലാത്ത ഒരാളാണ്. രാഷ്ട്രീയമായ ഒരു പ്രവർത്തന പരിചയമില്ല. ആ കാലഘട്ടങ്ങളിൽ ധർമ്മജൻ ബോൾഗാട്ടിയൊക്കെ ഈ മിമിക്രിയൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത് ആ കാലങ്ങളിൽ ആ ഒരു തലമുറ അനുഭവിച്ചു വന്ന കുറേയധികം പ്രശ്നങ്ങളുണ്ട്. അവർ നേരിടേണ്ടി വന്ന കുറേയധികം വലിയ പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു വന്ന് ജീവിതത്തിൽ വിജയം കണ്ട ഒരാൾ തന്നെയാണ് ധർമ്മജൻ ബോൾഗാട്ടി. അക്കാര്യത്തിൽ സംശയമില്ല. കലാപരമായി ആ സ്വന്തം താൻ വിശ്വസിച്ച കല കൊണ്ട് തനിക്ക് മേൽഗതി ഉണ്ടാക്കിയെടുത്ത ഒരാൾ തന്നെയാണ് ധർമ്മജൻ ബോൾഗാട്ടി. അതിനകത്ത് യാതൊരു സംശയമില്ല. പിഷാരടി ആണെങ്കിൽ തന്നെ അങ്ങനെ തന്നെയാണ്. പക്ഷെ അവർക്കാർക്ക് രാഷ്ട്രീയത്തിൽ തിളങ്ങാനുള്ള ശേഷിയില്ല. നമുക്കിപ്പോ ഈ ഇതുണ്ടല്ലോ, അതായത് ഇങ്ങനെ ഓരോരുത്തരെയും സെലിബ്രിറ്റികളായിട്ടുള്ള ആൾക്കാരെ ഇങ്ങനെ നൂലിക്കെട്ടി ഇറക്കുന്ന സമയത്ത് ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പറ്റം നേതാക്കളുണ്ടാവല്ലോ, ചോട്ടാ നേതാക്കൾ. അതായത് നോട്ടീസ് പതിപ്പിക്കാനും മുദ്രാവാക്യം വിളിക്കാൻ വേണ്ടി തല്ലുകൊള്ളാൻ വേണ്ടി മാത്രം വളർത്തിക്കൊണ്ടുവരുന്ന കുറച്ച് നേതാക്കളുണ്ടായല്ലോ. ഇവർക്കൊക്കെ ഒരു അതൃപ്തി കാണൂലേ ശരിക്കും പറഞ്ഞാൽ? തീർച്ചയായിട്ടും ഉണ്ടെന്നേ. പലർക്കും ഈ ഗതികേട് കൊണ്ട് നിൽക്കുന്നവരുണ്ട്. അതായത് ഇപ്പം ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നു. നമ്മൾ അവരൊന്ന് ആലോചിക്കുമ്പോൾ മേൽഘടകത്തിൽ നിന്ന് പിന്നെ ജില്ലാ കമ്മിറ്റി DCC അല്ലെങ്കിൽ AICC സ്ഥാനാർത്ഥി നിർണ്ണയം വരുന്നു. ഇതിൽ കുറേയധികം ആൾക്കാരുടെ മാത്രം AICC, ബാക്കിയൊക്കെ DCCയും പിന്നെ KPCC ഒക്കെയാണ് തീരുമാനിക്കുന്നത്. അപ്പൊ അങ്ങനെ സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ വന്നു കഴിയുമ്പോഴേക്ക് ഇവർക്ക് ഒരു ഇച്ഛാഭംഗം ഉണ്ടാവും. കാര്യം അവരൊക്കെ എന്തിനാ ഈ കതറ് ഇട്ടുകൊണ്ട് രാവിലെ നടക്കുന്നത്? അവർക്കും എന്തെങ്കിലുമൊക്കെ സ്ഥാനങ്ങളിലെത്താൻ വേണ്ടിയിട്ടാണ്. പഞ്ചായത്ത് മെമ്പറായിട്ട് പരിഗണിക്കുന്ന സമയത്തും ഇല്ല, പിന്നെ അതിന് നിൽക്കാനും ഇല്ല, ഇനി നിയമസഭയിലേക്കാണെങ്കിൽ അതിനും ഇല്ല. പിന്നെ എന്തിനാണ് താൻ ഈ വേഷം കെട്ടിക്കൊണ്ട് നടക്കുന്നത്? വെറുതെ രാത്രി കാലങ്ങളിൽ കൊണ്ട് പോസ്റ്റർ ഒട്ടിക്കാനോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സമരം വരുന്ന സമയത്ത് ഞെളിഞ്ഞ് നടക്കാനോ, ഇല്ലെങ്കിൽ അവര് സ്ഥാനാർത്ഥി വരുന്ന സമയത്ത് പിന്നെ ത്രിവർണ്ണ ഷാള് കൊണ്ടുവന്ന് പതിപ്പിക്കാനോ? ഇതിനൊക്കെ വേണ്ടിയിട്ടാണോ ഈ നേതാക്കന്മാർ പറയുന്നത്, അല്ലെങ്കിൽ ഈ പ്രവർത്തകരുള്ളത്? എന്നിട്ട് ഇവരൊക്കെ അഖിൽമാരാരെ പോലുള്ള അഖിൽമാരാരെ തന്നെ നിർത്തണം കൊട്ടാരക്കരയ്ക്ക്. കാരണം എന്ന് വെച്ചാൽ അഖിൽമാരാരുടെ ഒരു പ്രശ്നം, അഖിൽമാരാര് എന്ത് കണ്ടിട്ടാണ് അഖിൽമാരാരേക്ക് ജനം വോട്ട് കൊടുക്കേണ്ടത്? എന്ത് കണ്ടിട്ടാണ്? ഇപ്പം അവിടെ നിൽക്കുന്ന ഒരാളെന്നെ KN ബാലഗോപാലാണ്. അദ്ദേഹം ധനകാര്യ വകുപ്പ് മന്ത്രിയാണെന്നേ.
നാളെ KN ബാലഗോപാൽ വീണ്ടും ഒന്നുകൂടെ അവിടെ മത്സരിച്ചു കഴിഞ്ഞാൽ വീണ്ടും പുള്ളി മന്ത്രി സ്ഥാനത്തേക്ക് പോവാണ്. തൃപ്പൂണിത്തറക്കാർക്ക് പറ്റിയ അബദ്ധം പറ്റരുത്. KN ബാലഗോപാലോ അല്ലെങ്കിൽ ഒട്ടാരക്കരയിൽ നിന്ന് ഒരാൾ മത്സരിച്ച് ജയിച്ചാൽ അയാള് നാളെ മന്ത്രിയാ, നാളെ പിന്നെ അടുത്ത മന്ത്രിസഭാ രൂപീകരണത്തിൽ മന്ത്രിയാവും. അങ്ങനെ മന്ത്രിയെ നഷ്ടപ്പെടുത്തി കളയണോ? പിന്നെ ഈ പറയുന്ന അഖിൽമാരാർക്ക് എന്ത് രാഷ്ട്രീയ ബോധമുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, വയനാട് ഫണ്ട് പിരിക്കുന്ന സമയത്ത് CMDRF എല്ലാവരും പറഞ്ഞു പണം ഇടണം എന്ന് പറഞ്ഞ സമയത്ത് ഈ പിന്നെ മില്യൺസ് വ്യൂവേഴ്സ് ഉള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കയറി ഇരുന്നുകൊണ്ട് സ്വന്തം ചാനലിൽ ഇരുന്നുകൊണ്ട് ഈ ഫേസ്ബുക്കിൽ ഇരുന്നുകൊണ്ട് പറയുകയാണ് 1 രൂപ പോലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കരുത് എന്ന് ജനങ്ങളോട് പറഞ്ഞ ഒരാളാണ്. എന്ത് രാഷ്ട്രീയ ബോധമാ, എന്ത് സഹജീവി സ്നേഹമുള്ളത്? ഒട്ടുമിക്ക ചാനലുകളിലും അദ്ദേഹം ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ പിന്നെ ഒരു മാസം തട്ടിമുട്ടി പോകണമെങ്കിൽ 1.5 കോടി രൂപ വേണമെന്നാണ് പറയുന്നത്. ഒരു മാസം തട്ടിയും മുട്ടിയും പുള്ളിക്ക് പോകണമെങ്കിൽ 1.5 കോടി രൂപ വേണം. ഇല്ല, ജീവിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ പിന്നെ വാങ്ങിയിട്ടിരിക്കുന്ന കാറുകളുടെ ഒക്കെ EMI അടക്കണ്ടേ. അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരാൾ എങ്ങനെയാണ് കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കുന്നത്? സോഷ്യൽ മീഡിയയിലൂടെ ഇന്ന് വാചപടിക്കുന്ന പോലെയല്ല രാഷ്ട്രീയ പ്രവർത്തനം. സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഇൻഫ്ലുവൻസേഴ്സിന്റെ കിട്ടുന്ന വ്യൂസോ അല്ലെങ്കിൽ ഫോളോവേഴ്സോ അല്ല യഥാർത്ഥത്തിൽ ജീവിതങ്ങൾ എന്ന് പറഞ്ഞാൽ. അവർക്കാർക്കും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇരുന്നുകൊണ്ട് പിന്നെ ഇയാൾ പറയുന്ന എന്താ പറയാ അഖിൽമാരാര് പറയുന്ന ഗീർവാണം കേട്ടുകൊണ്ട് കൈയടിക്കാനോ കമന്റ് ഇടാനോ ഉള്ള സമയം സാധാരണക്കാർക്ക് ഇല്ലെന്നേ. അവര് നിത്യജീവിതത്തിന് വേണ്ടി പിന്നെ പണിയെടുക്കാൻ പോകുന്നവരാണ് സാധാരണക്കാര്. അവരുടെ മുന്നിലേക്ക് ഇങ്ങനെ വേഷം കെട്ടിയിറക്കേണ്ട ആവശ്യം എന്താണ്? അഖിൽമാരാരെ പോലെ ഒരാളെ അവിടെ കൊടുക്കരുത്. ഞങ്ങൾ പിന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 രൂപ പോലും ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. അതായിരിക്കും അവര് കണ്ട യോഗ്യത എന്ന് പറയുന്നത്. അതായിരിക്കും യോഗ്യത, അതാണ് യോഗ്യത. രാഹുൽ ഈശ്വരെ മത്സരിപ്പിക്കാൻ പോകുന്നു എന്നും പറയുന്നത് അവിടെ കണ്ട യോഗ്യത രാഹുൽ മാങ്കൂട്ടത്തിന് സപ്പോർട്ട് കൊടുത്തത്. അതാണ് അവിടുത്തെ യോഗ്യത. രാഹുൽ ഈശ്വറിന് കൊടുത്ത പിന്നെ ഇതാണ് ജയിലിൽ പോയി കിടന്നില്ലേ, സ്വന്തം ഒരു നേതാവിന് വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് ജയിലിൽ പോയി കിടന്നില്ലേ. അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഗർഭം ഏറ്റെടുത്തിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ആ ഗർഭം എന്റേതാണ് എന്ന് രാഹുൽ ഈശ്വർ പറയുന്നതായിരുന്നു കുറച്ചുകൂടെ ബെറ്റർ എന്ന് നമ്മൾ അന്നും ചർച്ചയിലൂടെ പറഞ്ഞിരുന്നു. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഈ അഖിൽമാരാർക്ക് ഇതാണോ അഖിൽമാരാരുടെ ഏറ്റവും വലിയ പ്രസക്തി? എന്നിട്ട് വയനാട്ടിൽ കിടക്കുന്നവർക്ക് ഞാൻ വീട് വെച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. 4 വീട് എവിടെ വെച്ചു കൊടുത്തു? അഖിൽമാരാർ 4 പേർക്ക് ഞാൻ വീട് വെച്ചു കൊടുക്കാൻ തയ്യാറാണ്. 4 അങ്ങനത്തെ ഒരു നമ്പർ പറഞ്ഞിരുന്നു. എവിടെ വീട്? ഞാൻ എന്റെ സുഹൃത്തുക്കൾക്കും ചേർന്ന് വെച്ചു കൊടുക്കും. ഏറ്റവും അവസാനം വീടിന്റെ കാര്യം പറഞ്ഞപ്പോ എന്തോ ഞാൻ എന്റെ നാട്ടിൽ കുറച്ച് സ്ഥലം മേടിച്ചിട്ടിട്ട് എന്റെ കൂട്ടുകാരന്റെ സ്ഥലമുണ്ട് അവിടെ വീട് വെച്ചു കൊടുക്കാന്ന്. എന്നിട്ട് വെച്ചു കൊടുത്തോ? അഖിൽമാരാർ വീട് വെച്ചു കൊടുത്തോ? അതൊന്ന് പറയണം. ആ വീട് കാണിച്ചു കൊടുത്തിട്ട് അവിടെ താമസിക്കുന്ന ആൾക്കാരെയും ജനത്തിന് മില്യൺസ് വ്യൂവേഴ്സ് ഉള്ളതല്ലേ, മില്യൺസ് ഫോളോവേഴ്സ് ഉള്ള ഒരാളല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ പറയുന്ന അവിടെ താമസിക്കുന്ന അഖിൽമാരാർ വെച്ചു കൊടുത്ത 4 വീട്ടിൽ താമസിക്കുന്ന 4 വീട് മതി. ആ 4 വീട്ടിൽ താമസിക്കുന്ന ആളുകളെ ഒന്ന് ജനത്തിന് പരിചയപ്പെടുത്തി കൊടുക്കും. പോട്ടെ, പരിചയപ്പെടുത്തിട്ട് അവർ റേഷൻ കാർഡ് കാണിച്ചാൽ മതി. ആ 4 വീട്ടിൽ താമസിക്കുന്നവരുടെ റേഷൻ കാർഡ് മാത്രം ഒന്ന് ഡിസ്പ്ലേ ചെയ്താൽ അവരെ ഫേസ് കാണിക്കണ്ട. അതിന് അഖിൽമാരാർ തയ്യാറുണ്ടോ? മത്സരിക്കാൻ പോവല്ലേ? കൊട്ടാരക്കര എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ പോവാണ്. അവിടെ മത്സരിക്കാൻ പോകുന്ന ഒരു സ്ഥാനാർത്ഥിക്ക്, ജനപ്രതിനിധിയാകാൻ പോകുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് എന്തുകൊണ്ട് കാണിച്ചുകൂടാ? പുള്ളി 2 കാരണങ്ങളാണ് ജനവിരുദ്ധമായി പറഞ്ഞിട്ടുള്ളത്. ജനവിരുദ്ധം എന്ന് തന്നെ ഞാൻ പറയും. ഒന്ന്, മുഖ്യമന്ത്രിയുടെ അക്കൗണ്ടിലേക്ക് പണം ഇടാൻ പാടില്ല. 2, ഞാൻ വീട് വെച്ചു കൊടുക്കും. ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഞാൻ 4 പേർക്ക് വീട് വെച്ചു കൊടുക്കും. ആ വീട്ടിൽ വന്ന് താമസിക്കുന്ന 4 വയനാട് സ്വദേശികളുടെ റേഷൻ കാർഡ് കാണിച്ചാൽ മതി. ഇങ്ങനെ 2 രീതി പറ്റിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് ലോകത്തെങ്ങും ഇല്ലാത്ത കള്ളത്തരം പറഞ്ഞ് പരത്തി. ഇവിടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എടുത്ത് ലാപ്ടോപ്പും അതും ഇതൊക്കെ കള്ളത്തരം കാണിക്കുന്നു, അതിനകത്ത് ഫണ്ട് വെട്ടിക്കുന്നു എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ബ്ലണ്ടർ അടിച്ചിറക്കി. അതും ഈ അഖിൽമാരാർ ചെയ്തതാണ്. എന്നിട്ട് ഏറ്റവും അവസാനം വാസ്തവം അതല്ല എന്ന് ജനം തിരിച്ചറിഞ്ഞു. മുഖ്യമന്ത്രി കൃത്യമായ എന്റെ കണക്കുകൾ പിന്നെ കറക്റ്റ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കിടക്കുന്ന സാധനത്തിന്റെ പുറത്താണ് അഖിൽമാരാർ ഈ കള്ളത്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്, നുണപ്രചരണം നടത്തുക. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇതാണ് മിനിമം ക്വാളിറ്റി. കോൺഗ്രസിൽ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള മിനിമം ക്വാളിറ്റി ഇതാണ്. ഇമ്മാതിരി പൊട്ടത്തരം വിളിച്ചു പറയുക എന്നുള്ളതാണ്. വെകിട് പറയുന്നവരാണ് ശരിക്കും വേണ്ടത്. അത് ഒരുപക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കും. എന്നിട്ട് ഈ വെകിട് പറയുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആലോചിക്കുക. ആ നാട്ടിലെ സാധാരണക്കാരായ പ്രവർത്തകർ അക്ഷീണം പരിശ്രമിക്കണം. ഇയാൾ ജയിക്കണമെങ്കിൽ 1.5 കോടി രൂപ ഒരു മാസത്തെ ചെലവിന് തികയാത്ത ഒരാള് അയാൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പട്ടിണിപ്പാവമായ കോൺഗ്രസ്സുകാര് പയ്യന്മാര് കിടന്ന് പണിയെടുക്കണം. രാപകല് പോസ്റ്റർ ഒട്ടിക്കാനും മുദ്രാവാക്യം വിളിക്കാനും ഷാള് കൊണ്ട് കഴുത്തിയിടാനും വേണ്ടിയിട്ട് ഈ പാവപ്പെട്ട ചെറുപ്പക്കാർ കിടന്ന് ഓടണം, അക്ഷീണം പരിശ്രമിക്കണം. എന്നിട്ട് ജയിച്ചു കഴിഞ്ഞാലോ 1.5 കോടി മന്ത്ലി EMI അടയ്ക്കാൻ വേണ്ട
ഒരാള് അയാളുടെ ബെൻസിൽ അങ്ങ് തെക്കോടൊക്കെ നടക്കും. ഈ പാവപ്പെട്ടവന്മാർ അന്ന് ഈ ഒരുമാതിരിയിലെ വാടകയ്ക്ക് എടുത്ത 2 വീലറുമായിട്ട് നടക്കും. ഇതാണ് അവസ്ഥ. ഈ അവസ്ഥക്കാണ് ഇപ്പൊ ശരിക്കും രമേശ് പിഷാരടി തൃപ്പൂണിത്തുറയിൽ കെ ബാബു പിന്നെ അവിടെ ഇത് അച്ചു വെച്ച് കഴിഞ്ഞു. പുള്ളിക്കെതിരെ പണ്ട് വിജിലൻസ് കേസ് ഉണ്ടായിരുന്നു, ഇഡിയുടെ അന്വേഷണമൊക്കെ ഉണ്ടായിരുന്നു. 10-28 ലക്ഷം രൂപ പിന്നെ ഇത് സമ്പാദിച്ചു എന്ന് പറഞ്ഞിട്ട് അന്ന് കെ ബാബുവിനെ വിജയിപ്പിച്ചു കഴിഞ്ഞപ്പം തൃപ്പൂണിത്തുറക്കാർക്ക് എന്താ അബദ്ധം മനസ്സിലായി. കാര്യം രണ്ടാമത് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നു. രണ്ടാമത് അധികാരത്തിൽ വന്നപ്പോൾ സ്വരാജ് മന്ത്രിയാവേണ്ടതാണ്, അവിടെ നഷ്ടപ്പെട്ടത് മന്ത്രിയാണ്. ഇവിടെ അങ്ങനെ ഒരു പോസിബിലിറ്റി പറയാനില്ല. ഇപ്പൊ അങ്ങനെ ഒരു കാരണം എന്ന് വെച്ചാൽ ഇനിയും അടുത്ത തവണ UDF അധികാരത്തിൽ കയറുമെന്നോ ഈ പറയുന്ന അഖിൽമാരാര് മന്ത്രിയായി വരുമെന്നോ ഒന്നും ഒരു പോസിബിലിറ്റി പോലും ജനങ്ങളുടെ മുമ്പിൽ കൊടുക്കാനില്ല. തന്നെ അഖിൽമാരാരെ പോലെ ഒരാളെ എങ്ങനെ മന്ത്രിയാക്കുക? എന്ത് കഴിവുണ്ട്? എന്തിരുന്നിട്ടാ? ഒരു സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇരുന്നു കൊണ്ടോ ഒരു പൊതുവേദിയിൽ നിന്നുകൊണ്ടോ ആർക്കെന്തും പറയാം. ഇപ്പൊ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഇത്രയും പറയുന്നില്ലേ, ഇത് പറ്റും. ഇവിടെ ഇരുന്നുകൊണ്ട് എന്തും ഒരു ക്യാമറയുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് പറയാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങോട്ട് മാറി ഒരു പൊതുവേദിയിൽ നിന്ന് പ്രസംഗിക്കാൻ പറ്റും. പക്ഷേ ഒരു പ്രവർത്തകൻ എന്നുള്ള ഇറങ്ങി നിന്നുകൊണ്ട്, ഒരു പാർട്ടി അംഗം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട്, ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഞാൻ പ്രവർത്തിക്കേണ്ട ജനങ്ങൾക്കിടയിലാണ്. അവരുടെ ഇടയിൽ പോയി നിന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ കേട്ട് മനസ്സിലാക്കുകയും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുകയും പരിഹാരം കാണുകയും ചെയ്യുന്നിടത്താണ് യഥാർത്ഥ ഒരു രാഷ്ട്രീയ നേതാവ് വരേണ്ടത്. അപ്പൊ ഞാൻ എന്നെ പിടിച്ചിട്ട് ഇപ്പൊ ഒരു രാഷ്ട്രീയ നേതാവ് കുറെ ആൾക്കാർ കാണുന്നില്ലേ എന്നും പറഞ്ഞുകൊണ്ട് പിടിച്ചിട്ട് ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിച്ചാൽ ജനങ്ങളുടെ കഷ്ടകാലം അത് തന്നെ. ഇത് തന്നെയാണ് പറയുന്നത്. ഈ പറയുന്ന ഇവരെയൊക്കെ പിടിച്ചു നിർത്തിയിട്ട് എന്താ കാര്യം? അപ്പം അറിവും പരിജ്ഞാനവും രാഷ്ട്രീയ പരിസ്ഥിതികളെ കുറിച്ചുള്ള ബോധവും ഉള്ളവരെ ഇറക്കണം. ഈ വെകിട് പറഞ്ഞു നടക്കുന്നവരെ കുറെ കാലത്തിന് മുമ്പ് ഈ അഖിൽമാരൊരു BJP കാരനായിരുന്നു. കുറച്ചു കാലത്തിന് മുമ്പ് BJPയുടെ ഭയങ്കര ഫാനായിരുന്നു, കട്ട ഫാനായിരുന്നു, നരേന്ദ്രമോദി ഫാനായിരുന്നു. അപ്പൊ ഇതൊരു വ്യക്തമായ രാഷ്ട്രീയ ബോധമൊന്നും നിലപാടെന്ന് പറയുന്നില്ല. ഇപ്പം രാഹുൽ ഈശ്വർ നേരത്തെ പറഞ്ഞില്ലേ, രാഹുൽ ഈശ്വറിനെ പിടിച്ചിട്ട് സ്ഥാനാർത്ഥിയാക്കും എന്നുള്ളൊരു ചർച്ച വരുന്നുണ്ട്. രാഹുൽ ഈശ്വർ ഇതിന് മുമ്പ് ആരായിരുന്നു? തന്ത്രി കുടുംബത്തിൽപ്പെട്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. രാഹുൽ ഈശ്വർ അതിന് മുമ്പ് എന്തായിരുന്നു? അന്ന് അയ്യപ്പ പിന്നെ എന്താ പറയുന്നത്, അയ്യപ്പ സേവാ സമിതിയുടെ ആളായിരുന്നു, ഹിന്ദു ഐക്യവേദിയുടെ ആളായിരുന്നു. ശശികല ടീച്ചർ എന്ന് പൂർണ്ണമായി വിളിക്കണമെന്ന് പറഞ്ഞിട്ട് ചാനൽ ചർച്ചയിൽ കിടന്ന് ആക്രോശിച്ച ആളായിരുന്നു. നിങ്ങൾ ശശികല എന്ന് വിളിക്കരുത്, ടീച്ചർ എന്ന് വിളിക്കണം, അവർ അധ്യാപികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി പിന്നെ വർഗീയ വിഷം തുപ്പുന്ന ആ സ്ത്രീക്ക് വേണ്ടിയിട്ട് ശശികല ടീച്ചർ എന്ന് വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഘോരം ബാധിച്ച ഒരാളായിരുന്നു രാഹുൽ ഈശ്വർ. എന്നിട്ട് രാഹുൽ ഈശ്വർ കുറച്ചു കാലത്തിന് ശേഷം ഇങ്ങനെ പതുക്കെ ഒരു ഈ പിന്നെ സംഘി കൺവെർട്ടഡ് കൊങ്ങി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. ആ ഒരു അവസ്ഥയിലേക്ക് രാഹുൽ ഈശ്വർ മാറി. സംഘി കൺവെർട്ടഡ് കൊങ്ങിയാണ്, ഇങ്ങനെ കൺവെർട്ട് ചെയ്ത് ഇപ്പൊ കൊങ്ങിയിലേക്ക് എത്തി. പണ്ട് ഈ തലയിൽ ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ടുകൊണ്ട് ശബരിമല ശബരിമല എന്നൊക്കെ പറഞ്ഞിട്ട് സേവ് അയ്യപ്പ ഫോറം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോറം ഒക്കെ ഉണ്ടാക്കി അവിടെ മൂത്രം ഒഴിച്ചവരെ സന്നിധാനം പിന്നെ വൃത്തികേടാക്കി ശുദ്ധികലശം നടത്തേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കും. പ്ലാൻ BO CO എന്നൊക്കെ പറഞ്ഞിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞ ഒരാളാണ് ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്നത്. അപ്പൊ അതിനുശേഷം ഇപ്പൊ അദ്ദേഹം ആരാണ്? ഇപ്പൊ കൊങ്ങിയാണ്. അപ്പൊ ഇപ്പൊ കോൺഗ്രസിനെ അനുകൂലിക്കുകയാണ്. എസ്പെഷ്യലി കൊങ്ങി എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് കട്ട രാഹുൽ ഫാനായി മാറി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫാനാണ്. രാഹുൽ മാങ്കൂട്ടമാണല്ലോ കോൺഗ്രസിലെ ഒരു ആണെന്ന് പറയുന്നത്, ആണത്വം തെളിയിച്ച ഒരു പുരുഷനാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പൊ ആ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെ ഈ രാഹുൽ ഈശ്വർ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അതൊരു ക്വാളിറ്റിയാണ്. പിന്നെ ഷാഫി പറമ്പിൽ ചിന്തിക്കുമ്പോഴും അങ്ങനെയാണ്, എന്റെ രാഹുൽ മോഹന്റെ ഒപ്പം നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അപ്പൊ അതുകൊണ്ട് അവനെ കൈവിടരുത്, അവൻ എവിടെയെങ്കിലും ഒരു സീറ്റ് കൊടുത്ത് അവനെ നിർത്തി ജയിപ്പിക്കാം. ചിലപ്പോൾ ഇതാ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ നമുക്ക് മില്യൺസ് ഓഫ് വ്യൂവേഴ്സും ഫോളോവേഴ്സും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ വോട്ടുകളായി മാറും എന്നുള്ളത് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അത് കോൺഗ്രസിലുള്ള ഈ മണ്ടന്മാർക്കും ആ ഒരു തോന്നലുണ്ടാവണം. കാരണം ഈ പിന്നെ രമേശ് പിഷാരയുടെ തമാശ കേട്ട് പൊട്ടിച്ചിരിക്കുന്ന എല്ലാവരും, കൈയടിക്കുന്ന എല്ലാവരും രമേശ് പിഷാരടിക്കിട്ട് വോട്ട് ചെയ്യുക എന്നുള്ളൊരു ധാരണയുണ്ട്. ഈ കോൺഗ്രസ്സുകാർക്കുള്ളൊരു പൊതു മണ്ടത്തരം അതാണ്. അങ്ങനെ അതുകൊണ്ട് പിന്നെ ആ കൈയടിക്കുന്നവരെല്ലാം പിഷാരടിക്ക് വോട്ട് ചെയ്യും എന്നൊരു ധാരണയുണ്ട്. പിഷാരടിയുടെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ 10 മില്യൺ ഒക്കെ ചിലപ്പോൾ കണ്ടെന്നിരിക്കും. ഈ 10 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമായി, 100 ലക്ഷമായി, 1 കോടിക്ക് മേലെയായി. അപ്പൊ ആ 1 കോടി ആൾക്കാരും വന്ന് രമേശ് പിഷാരടിക്കിട്ട് കുത്തുമെന്നാണ് ഇവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു വലിയ ബേസ് ഉണ്ട്. ഈ പിന്നെ എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി ഈ വട്ടത്തരം കാണിച്ചു നടക്കുന്നത്? പുള്ളിക്ക് രാഷ്ട്രീയം അറിയത്തില്ല. ഇപ്പം ശ്രീലേഖ എന്ന് പറഞ്ഞ ഒരു IPS കാരി, മുതിർന്ന IPS കാരിയാണ്. ആ ശ്രീലേഖയ്ക്ക് ഇപ്പൊ എന്ത് പറ്റി? തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ അല്ലേ, ചൂടെടുത്തോ അല്ലേ നടക്കുന്നത്? എന്താ സംഭവം? അവർക്ക് രാഷ്ട്രീയം അറിയത്തില്ല. അവരോട് പറയാൻ നിങ്ങൾ തന്നെ മേയർ എന്ന് പറഞ്ഞു. ഇവിടെ മേയർ ആവാനുള്ള മിനിമം ക്വാളിറ്റി ഉണ്ടാവണ്ടേ? അങ്ങനെ മിനിമം ക്വാളിറ്റി ഇല്ലാത്ത ഒരാളെ പിടിച്ച് എങ്ങനെ മേയർ ആക്കും? ആ പാടെ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പിന്നെ എന്നിട്ട് ഇതിന്റെ തെരഞ്ഞെടുപ്പിൽ മേയറെ തിരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് അസാധുവാക്കി കളഞ്ഞ ആളാണ് ഈ ശ്രീലേഖ അല്ലെ? അപ്പൊ അങ്ങനെ വരെയുള്ള ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ശ്രീലേഖ എന്താ ഗുണം?
ഈ പറയുന്നില്ല ജയറാം വന്നു, ജയറാമിന് എന്ത് രാഷ്ട്രീയത്തെ കുറിച്ച് വല്ല അറിവുണ്ടോ, ബോധമുണ്ടോ? പത്രമൊക്കെ വായിക്കുമായിരിക്കും ചിലപ്പോൾ, അല്ല അതിനപ്പുറത്തേക്ക് എന്ത് പ്രവൃത്തി പരിചയമുണ്ടോ? ഇല്ല. അപ്പൊ അതൊരു സിനിമ വിജയിപ്പിക്കാൻ പറ്റുന്നില്ല ജയറാമിനെ കൊണ്ട് ഒറ്റയ്ക്ക് നിന്നിട്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ് ഇതിനകത്തേക്ക് ഇറങ്ങുന്നത്. ഇപ്പം പിന്നെ ഈ പറയുന്ന അഖിൽമാരാരുടെ സിനിമ ഇപ്പൊ പുറത്തിറങ്ങിയിരുന്നു. ആര് കണ്ടെന്ന് എനിക്കറിയത്തില്ല. ഒരു സിനിമ എന്തെങ്കിലും അഖിൽമാരാരുടെ പുറത്തിറങ്ങി, എന്തോ മുള്ളംകൊല്ലി അങ്ങനെ എന്തോ പറഞ്ഞൊരു സിനിമയാണ് അഖിൽമാരാരുടെ പുറത്തിറങ്ങിയത്. ആര് കണ്ടു? അഖിൽമാരാരെ എന്നെ ഒന്നി കൂടുതൽ തവണ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള ഒരാളാണ്. എങ്ങനെയുള്ള ആൾക്കാരെ വെച്ചിട്ട് പോട്ടെ, അങ്ങനെ അഖിൽമാരാരുടെ ഈ മില്യൺസ് ഓഫ് വ്യൂവേഴ്സ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടെങ്കിൽ അഖിൽമാരാരുടെ ആ സിനിമ 100 കോടി ക്ലബ് ഇടാൻ പിടിക്കത്തില്ലേ? ഈ പറയുന്ന ഇതിനകത്തിലെ വ്യൂവേഴ്സ് കയറിയ മുള്ളംകൊല്ലി എന്ന് പറയുന്ന സിനിമ 100 കോടി ക്ലബിൽ എപ്പോഴേ കയറിയനെ. അപ്പൊ ആ സിനിമയ്ക്ക് പോലും ആളില്ലായിരുന്നു. അപ്പം അഖിൽമാരാരുടെ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന വ്യൂവർഷിപ്പ് അല്ല അഖിൽമാരാർക്ക് സിനിമയിൽ കിട്ടുന്നത്. ഈ സിനിമയിലും കിട്ടുന്ന വ്യൂവർഷിപ്പ് അല്ലെങ്കിൽ വോട്ട് ഇവിടെ കിട്ടുമെന്ന് വിചാരിക്കരുത്. ഇത് തെരഞ്ഞെടുപ്പാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ചിന്തിക്കുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. അത് ഏറ്റവും വലിയ മണ്ടത്തരം. ഈ മണ്ടത്തരമാണ് കോൺഗ്രസ്സുകാർ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ശരിക്കും വേണ്ടത് പൊളിറ്റിക്കൽ മത്സരമാണ് അവിടെ നടക്കേണ്ടത്. അതിന് പകരം ഇങ്ങനെ കോമാളി വേഷം കെട്ടുന്നവരെയൊക്കെ പിടിച്ച് അവിടെ കൊണ്ട് നിർത്തിയിട്ട് എന്ത് കാര്യം എന്നുള്ളതാണ് എന്റെ സംശയം. കൊട്ടാരക്കര ഇത്തവണ ഇടത്തോട്ട് തന്നെ ചായും എന്നുള്ളതാണ് 100% ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അഖിൽമാരാരാണ് മത്സരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും അതെ.